ഹലോ ഗൈസ്, വെൽക്കം ടു തസ്നീസ് വേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹോസ്റ്റൽ വ്ളോഗാണ് ചെയ്യുന്നത്. ഹോസ്റ്റൽ ടൂറാണ്. നമ്മുടെ ഹോസ്റ്റൽ കോട്ടയത്താണ്. കോട്ടയത്ത് ടൗണിൽ നിന്ന്, അതായത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ, ഒരു 5 കിലോ 4.5 ആ ഒരു അറൗണ്ട് ഒരു 5 കിലോമീറ്റേഴ്സിനകത്ത് തന്നെയാണ് വരുന്നത്. പുല്ലരിക്കുന്ന് എന്ന സ്ഥലത്താണ് നമ്മുടെ ഹോസ്റ്റലുള്ളത്. സോ നമ്മൾ ടൗണിൽ തന്നെയാണ്, കോട്ടയം ടൗണിൽ തന്നെയാണ്. SNVയുടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് നമ്മളുള്ളത്. SNV സദനം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. സോ നമുക്ക് നമ്മുടെ ഈ വലിയ ഗേറ്റ് തുറക്കാം. സോ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റലിലെ മുഴുവൻ ഭാഗം. നമ്മുടെ ഹോസ്റ്റലിൽ തൊട്ട് തന്നെ ടവറാണുള്ളത്. BSNLൻ്റെ ടവറാണുള്ളത്. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നൊരു സംഭവമാണത്. തൊട്ട് തന്നെ നമ്മുടെ അടുത്ത കോമ്പൗണ്ടിൽ തന്നെയാണ് ടവറും BSNL ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ നമ്മളിങ്ങനെ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റ് ഔട്ട് പോലെയുണ്ട്. ഇവിടെ നമ്മൾ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല വലിയൊരു ഹോസ്റ്റലാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും സ്ഥലങ്ങളൊക്കെയുള്ള നല്ലൊരു ഹോസ്റ്റലാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും, സംസാരിക്കാനൊക്കെ ഇരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഡെയിലി ന്യൂസ് പേപ്പർ ഇവിടെ ഉണ്ടാവുക. നമ്മളിവിടെ ഇരുന്നിട്ടാണ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ അകത്ത് നമുക്ക് ഇങ്ങനൊരു ഏരിയ ഉണ്ട്. അത്യാവശ്യം വലിയ വലിപ്പമൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഗാലറിയൊക്കെ പോലെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ CCTV ഉണ്ട് ഗൈസ്, കണ്ടില്ലേ CCTV. പിന്നെ ഈ ഒരു സ്ഥലം നമ്മളെപ്പോഴും ഷട്ടിൽ കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ പിന്നെ വാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ കമ്മിങ് ബാക്ക് ടു അകത്തേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ പ്രെയർ റൂമാണ്. ഞാൻ പറഞ്ഞല്ലോ SNV സദനം ഹോസ്റ്റലായതുകൊണ്ട് തന്നെ അവരുടെ പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രെയർ റൂമാണിത്. പിന്നെ അതവിടെ വീണ്ടും CCTV എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഈ ശ്രീനാരായണ സ്നേഹനിലയത്തിൻ്റെ ഡോണേഴ്സിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കീസിൻ്റെ ഏരിയ. നമ്മുടെ റൂംസിൻ്റെ താക്കോലുകളെല്ലാം നമ്മൾ അവിടെയാണ് വെക്കുക. പിന്നെ ഇത് നമ്മുടെ ഓഫീസാണ്, നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഓഫീസാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ സ്റ്റെയർസിൻ്റെ തൊട്ടൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മൂവ്മെൻറ്റ് രജിസ്റ്ററാണ്. അത് എല്ലാ ഹോസ്റ്റലിലും തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും നമ്മളതിൽ രജിസ്റ്റർ ചെയ്ത് പോകണം. അതിൽ എഴുതി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അതൊരു റെക്കോർഡാണ്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഈ നമ്മൾ മെസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. മെസ്സ് ഇവിടെ താഴെ തന്നെയാണ് മെസ്സും കിച്ചണും എല്ലാം വരുന്നത്. ഇങ്ങനൊരു വലിയൊരു ഹോസ്റ്റലാണ്. നമുക്ക് ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ള ഹോസ്റ്റലാണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ തുണികളൊക്കെ നമ്മൾ അലക്കിയിടുന്ന സ്ഥലമാണ്. പിന്നെ കിണറുണ്ട്, ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. വാഴയുണ്ട്, മാങ്ങമരമുണ്ട്, ചക്കയുണ്ട്, അങ്ങനെ പേരക്കയുണ്ട്. അങ്ങനെ ഒരുപാട് മരങ്ങളും പിന്നെ മുല്ലപ്പൂ, റോസാപ്പൂ അങ്ങനെ പറഞ്ഞിട്ടുള്ള പൂക്കളുടെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹരിതാപവും പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു ഹോസ്റ്റലാണ് നമ്മുടേത്. അപ്പോൾ നമുക്കിനി മെസ്സിലോട്ട് പോയതാണ്. നമ്മുടെ മെസ് ഹാളാണ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ചെറിയൊരു സ്പേസ് തന്നെയാണ്. ഒരുപാട് വലിയ മെസ് ഹാളൊന്നുമല്ല, ചെറിയൊരു മെസ് ഹാളാണ്. പിന്നെ നമുക്കിവിടെ TV ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് TV ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ്, ഫുഡിൻ്റെ മെനു ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, കാണുന്നില്ലേ? ഫുഡിൻ്റെ മെനു, എല്ലാ ദിവസത്തുള്ള ഫുഡിൻ്റെ മെനു എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ നമ്മുടെ പ്ലേറ്റ്സ്, പിന്നെ പാത്രങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, ടിഫൻ ബോക്സും ഗ്ലാസ്സുകളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഇവിടെയാണുള്ളത്. നമ്മൾ കുടിവെള്ളമൊക്കെ ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ നിന്നാണ് ഇതിൽ എടുക്കുക. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഇതൊക്കെയാണ് മെസ് ഹാളിലുള്ളത്. പിന്നെ ഇവിടെ തന്നെയാണ് കിച്ചൺ ഉള്ളത്. കിച്ചണിൽ നമുക്ക് പ്രവേശനമില്ല. ഇതാണ് കിച്ചൺ. നമുക്ക് അങ്ങനെ കയറാനൊന്നും പറ്റില്ല. കിച്ചണും സ്റ്റോർ റൂമും ഒക്കെ ഇതിനകത്താണ് ഉള്ളത്. അവിടെ വേറെ കുറേ റൂംസൊക്കെ ഉണ്ട്. പിന്നെ താഴെ കുറേ റൂംസ് ഉണ്ട്, മേലെയും കുറേ റൂംസ് ഉണ്ട്. നമ്മുടെ റൂം മേലെയാണ്. മേലേക്ക് പോകാൻ നമുക്ക് 2 വഴിയുണ്ട്. ഇതുപോലെ സ്റ്റെയർ ഉണ്ട് ഇവിടെ. പിന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. 2 സൈഡിലൂടെ നമുക്ക് സ്റ്റെയർ വഴിയും കയറാം. ഇപ്പുറത്തെ റാമ്പ് ഉണ്ട്. ഇതുവഴിയാണെങ്കിലും നമുക്ക് കയറാം. നമ്മുടെ ഇവിടെ താഴത്തും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സൈഡിൽ ഫുള്ളും റൂംസ് ഉണ്ട്, മേലെയുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് റൂം വരുന്നത്. സോ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടും അല്ലാതെ അതുവഴിയൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോ മൂഡിനനുസരിച്ച് നമ്മൾ ഓരോ ഭാഗത്ത് കൂടെ ഇറങ്ങി വരും, കയറി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. സോ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവിടെ കുറേ റൂംസൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ റൂംസാണ്. ഇത് നമ്മുടെ റീഡിങ് റൂമാണ്, നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന റൂം. പിന്നെ ഇത് നിങ്ങൾ എൻ്റെ സ്റ്റോറീസിലും നേരത്തെ ഇട്ട വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു സ്പേസ് ആയിരിക്കും. കാരണം നമ്മളെപ്പോഴും കൂടുതലും ടൈം സ്പെൻഡ് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്
നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് റീലിലും ഷോർട്ടിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡും ഈ സൈഡും ഫുള്ളായിട്ടും റൂംസാണ്. ഈ കാണുന്ന ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഫുള്ളായിട്ടും റൂംസ് തന്നെയാണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം. പിന്നെ അപ്പുറത്തുള്ള സൈഡിലും നമുക്ക് റൂംസ് ഉണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മൾ ഇനിയാണ് നമ്മുടെ സെക്ഷനിലോട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ആ റാമ്പ് വഴി കയറി വന്ന് നമ്മുടെ തൊട്ട് ഈ റാമ്പിലൂടെ കൂടെ വന്നാൽ നമുക്ക് ഇതാണ് എളുപ്പം. ഇപ്പുറത്ത് കയറി കൂടെ വന്നാൽ നമുക്ക് നമ്മുടെ റൂമിലെത്തും. ഇന്നിപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മുടെ റൂം നമ്പർ 14 ആണ്. ദിസ് ഇസ് അവർ റൂം. സോ നമ്മുടെ റൂം നമുക്ക് തുറന്ന് നോക്കാം. സോ വെൽക്കം ടു മൈ റൂം. അല്ല സോറി, ഞങ്ങളുടെ റൂം. ഞങ്ങൾ 2 പേരുണ്ട്. സോ ഇതാണ് നമ്മുടെ റൂം ഗൈസ്. കണ്ടില്ലേ, 2 കട്ടിലുണ്ട്, 2 ബെഡുണ്ട്, കർട്ടനുണ്ട്, ജനലുണ്ട്, ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഗൈസ്, ദിസ് ഈസ് മൈ റൂംമേറ്റ്. യെസ്, നമ്മളാണ് റൂംമേറ്റ്സ്. അസിയ ഫ്രം ട്രിവാൻഡ്രം. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 6 to 8 months ആയി. വന്നപ്പോൾ ഭയങ്കര സ്ട്രേഞ്ചർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് പോലെയാണ്. സോ എൻ്റെ റൂംമേറ്റിനെ കണ്ടല്ലോ, അവൾ തിരുവനന്തപുരമാണ്, ഞാൻ പാലക്കാടാണ്. രണ്ടും 2 അറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് കിട്ടിയിട്ടില്ല. ഇതാണ് എൻ്റെ ബെഡ്, ഈ ലെഫ്റ്റ് സൈഡുള്ള ഇത്. ദെൻ ഇപ്പുറത്തുള്ളത് അവളുടെ ബെഡ്. സോ ഞങ്ങൾ 2 പേരാണ് റൂം ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. നമുക്കൊരു ടേബിളുണ്ട്, സ്റ്റഡി ടേബിളാണ്. പിന്നെ ഒരു ചെയറും ഉണ്ട്. നമുക്ക് പഠിക്കാനൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ റീഡിംഗ് റൂം ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ടൈം ടേബിൾ ഒട്ടിക്കാൻ വേണ്ടി, അപ്പോൾ കുറച്ച് മോട്ടിവേഷനൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനത്തെ കോട്ട്സൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ടൈം ടേബിൾ എപ്പോഴും എക്സാംസൊക്കെ, ഇൻറ്റേർണൽ എക്സാം ആണെങ്കിലും സെം എക്സാം ആണെങ്കിലും ടൈം ടേബിളൊക്കെ ഒട്ടിച്ച് വെക്കുന്ന ആ ഒരു സ്ഥലത്താണ്. പിന്നെ ഇപ്പുറത്താണെങ്കിലും നമ്മുടെ ടേബിളിൽ വെള്ളം, സ്നാക്സ്, പഠിക്കാനുള്ള സാധനങ്ങൾ, പെൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഡെയിലി ഉള്ള റൊട്ടീനാണ് ടൈം ടേബിൾ. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രിയുള്ളവരെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കണക്കാക്കിയിട്ടെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതി കുറച്ച് കോട്ട്സ് എല്ലാം, ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കോട്ട്സ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുമല്ലോ എന്നുള്ള രീതിക്ക് ഇതെല്ലാം എൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് റൂമിൽ. വാൾസിലൊക്കെ ഇങ്ങനെ വലിയ രീതിയിലൊന്നും ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ഓഫ് ഡ്രസ്സുകളും സാധനങ്ങളും മേക്കപ്പ് പ്രൊഡക്ട്സും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെയാണ്. ഇവിടെ ഹോസ്റ്റൽ എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ നിൻ്റെ അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം നമ്മുടെയാണ്. ആര് എന്തുകൊണ്ടെന്നാലും നമ്മുടെയാണ്. പിന്നെ ഇപ്പുറത്ത് കണ്ണാടിയുണ്ട്. നമ്മൾ കണ്ണാടി ഇല്ലാതെ എങ്ങനെ ഒരുങ്ങും? വേറൊരു വലിയ കണ്ണാടി ഉണ്ട്, ഇതിപ്പോൾ ചെറുതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നിസ്കാരക്കുപ്പായം ഉണ്ട്, നിസ്കാരപ്പായുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ID കാർഡ്, ബാഗുകൾ, അങ്ങനെ ഫുൾ ഓഫ് മെസ്സാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് ഒരുപാട് സ്ഥലം വേണമല്ലോ. പക്ഷേ കുറച്ചുള്ള സ്ഥലമുള്ളതുകൊണ്ട് അതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആൻഡ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്ക് എല്ലാ റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റൂമിൽ നമുക്ക് കാണിച്ചു തരാനുള്ളത്. ഇനി നമുക്ക് അടുത്ത റൂമിൽ പോവാം, അവിടെ ഇതിനേക്കാളുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. സോ റൂം നമ്പർ 15, നന്ദുവിൻ്റെയും ശില്പയുടെയും റൂം. സോ നമ്മൾ റൂം നമ്പർ 15 പോവുകയാണെങ്കിൽ അത് നന്ദുവിൻ്റെയും ശില്പയുടെയും റൂമാണ്. അപ്പം നമുക്ക് കാണാം ഇവിടെ മണിയറ പോലെയൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാരണം ശില്പയുടെ കലാവിരുതാണ് ഇതെല്ലാം. ശില്പ ഒരു ആർട്ടിസ്റ്റാണ്, ഭയങ്കര കലാകാരിയാണ്. അതുകൊണ്ട് ആർട്ട് വർക്ക്സ് എല്ലാം കാണാം. പിന്നെ ഇത് നന്ദുവിൻ്റെ കലാവിരുതാണ്. പിന്നെ നന്ദു ഡാൻസർ ആയതുകൊണ്ട് ഡാൻസിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അവളുടെ ഭാഗത്ത് ഡാൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡിഡൂസയാണ്, നന്ദു വരച്ച ഡിഡൂസ, നന്ദുവിടെ സ്വന്തം ഡിഡൂസ. പിന്നെ നെക്സ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ആർട്ട് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ശില്പയുടെ ഭാഗം, ശില്പ ആർട്ടിസ്റ്റാണല്ലോ, അതുകൊണ്ട്. സോ ഇത് ശില്പയുടെ ബെഡാണ്. പിന്നെ ഇപ്പുറത്തുള്ളത് നന്ദുവിൻ്റെ ബെഡാണ്. 2 പേരാണ് ഈ റൂമിലുള്ളത്. പിന്നെ ഇപ്പുറത്ത് അവരുടെ ലാപ്പ്, ടേബിളിനകത്ത് എല്ലാ റൂമിലും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയേഴ്സ് എല്ലാം ഉണ്ട്. ലാപ്പ്, വെള്ളം, ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ബാക്കിയുള്ള ഷെൽഫിൽ എല്ലാ തുണികളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണെന്ന് പറഞ്ഞല്ലോ, ഇവരുടെ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ടല്ലോ ഇവരുടെ, അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു ബാലരമ നമ്മുടെ ശില്പയുടെയാണ്, ശില്പ ബാലരമേൻ്റെ ആളാണ്. പിന്നെ ഇപ്പുറത്ത് ട്വിസ്റ്റഡ് ലവ് എന്നുള്ള ബുക്കാണ്, അത് നന്ദുവിൻ്റെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ടൈപ്പ് മനസ്സിലായല്ലോ, രണ്ടുപേരും 2 ടൈപ്പാണ്. നന്ദു ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇത് നമ്മൾ പുറത്ത് ചെരുപ്പെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള രീതിയാണ് കാണുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സാധനം, ശ്രീനാരായണ വനിതാ സദനം ഹോസ്റ്റലിലെ പ്രോസ്പെക്ടസിൽ ഒരു ബുക്കാണിത്. ഇതിനകത്ത് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും രീതി നമ്മുടെ ഇത് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അവർ ഈ ബുക്ക് എടുത്ത് കാണിച്ചു തരും. ബുക്കിലുണ്ട്, പ്രോസ്പെക്ടസിലുണ്ട്, വായിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്, കാരണം നമുക്കൊരു ഒരുപാട് പ്രോസ്പെക്ടസ് തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഹലോ ഗൈസ്, ഇവരൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സ്. ഞങ്ങളാണ് ഹോസ്റ്റൽ ഭയങ്കര കച്ചാറയാ. ആരാണ് കൂടെ കണ്ടോ ഗൈസ്, ഇതാണ് മെയിൻ. അതെ, ഞാനാണ് മെയിൻ. ഇവിടെ ബുദ്ധിയുള്ള ഞാനായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ ടൂറിലുള്ളത്.